വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്ക് പറ്റുന്ന ഏറ്റവും വലിയൊരു അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആ വെയിറ്റ് ലോസ് പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നോർമൽ ലൈഫ് സ്റ്റൈലിലോട്ട് പോകും. അവിടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ കിട്ടണമെന്നല്ലോ, ഗുഡ് പ്രോബയോട്ടിക് കിട്ടണമെന്നോ, ഫൈബർ കിട്ടണമെന്നോ ഒന്നും ശ്രദ്ധിക്കൂല. അങ്ങനെ ശ്രദ്ധിക്കാതെ വരുമ്പോൾ ഉണ്ടാവുന്ന പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും കാർബോഹൈഡ്രേറ്റിനോടുള്ള ആഗ്രഹം കൂടും. നമുക്ക് ഭക്ഷണം വീണ്ടും വീണ്ടും കഴിക്കണം, കഴിച്ചാൽ തികയാതെ വരിക, പെട്ടെന്ന് വിശപ്പ് ഉണ്ടാവുക, അതുപോലെ തന്നെ മധുരത്തിനോട് അമിതമായിട്ടുള്ള താല്പര്യം ഉണ്ടാവുക. സ്വാഭാവികമായിട്ട് നമ്മൾ കാർബോഹൈഡ്രേറ്റും ഷുഗർ കണ്ടന്റും കൂടുതലായിട്ട് കഴിക്കുന്ന സമയത്ത് നമുക്ക് വെയിറ്റ് ഗെയിൻ ആവും വീണ്ടും. അപ്പോൾ വെയിറ്റ് ലോസ് ചെയ്യുന്നവരെല്ലാവരും വെയിറ്റ് ലോസ് പ്രോസസ്സ് കഴിഞ്ഞാലും നിങ്ങളുടെ ഗൈഡിനോട് ചോദിച്ചിട്ട് നിങ്ങൾ അതിനുശേഷമുള്ള നിങ്ങളുടെ ഒരു ഡയറ്റ് പ്ലാനും കൂടെ സെറ്റ് ചെയ്ത്, ഒരാൾ 80 കിലോ വെയിറ്റ് ഉണ്ടെങ്കിൽ 80 ഗ്രാം പ്രോട്ടീൻ കിട്ടണം. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ബോഡി നല്ല സ്ട്രെങ്ത് ഉണ്ടാവും, നമുക്ക് ക്രേവിങ് ടെൻഡൻസി ഉണ്ടാവില്ല. അതുപോലെ തന്നെ തലവേദന, മുടി കൊഴിച്ചിൽ അങ്ങനെയുള്ള പ്രോബ്ലത്തിനൊക്കെ നമുക്ക് ഒരു പരിധി വരെ പ്രോട്ടീൻ ബോഡിയിൽ കിട്ടിയാൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. കിട്ടുന്ന ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഡെയിലി നിങ്ങൾ ഇതിലേതെങ്കിലും ഓരോന്ന് വീതം ഡെയിലി ഭക്ഷണത്തിൽ ചേർക്കുക. നമുക്ക് പരിപ്പ് വളരെ നല്ലതാണ്, പരിപ്പ് കറി ഉപയോഗിക്കാം. അതേപോലെ കടല, ഗ്രീൻ പീസ്, പനീർ, ടോഫു, സോയാബീന്, പിന്നെ ആൽമണ്ട്, പീനട്ട്, പാല്, തൈര്, ക്യൂയിന, ഓട്സ്, ഇതെല്ലാം വെജിറ്റേറിയൻ പ്രോട്ടീൻ ആണ് കേട്ടോ. ഈ സാധനങ്ങളെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ ഇത് നോൺ വെജ് അല്ല എന്ന ബോഡിക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ കിട്ടുകയും ചെയ്യും. ഇനി നോൺ വെജിലാണെങ്കിൽ മുട്ട, ചിക്കൻ, ഫിഷ്, പ്രൗൺസ്, ഷ്രിമ്പ്, ലിവർ, ബീഫ്, മട്ടൺ, യോഗട്ട്, മിൽക്ക്, ചീസ്, ഇതെല്ലാം നോൺ വെജ് ആയിട്ടുള്ള പ്രോട്ടീൻ സോഴ്സ് ആണ്. അപ്പൊ ഇതിൽ ഓരോ ദിവസവും ഓരോന്നായിട്ട് നിങ്ങൾ ഒരു പ്ലാൻ കോച്ചിനോട് ചോദിച്ചാൽ മതി, അവരതിനനുസരിച്ച് സെറ്റ് ചെയ്ത് തരും. ഇത് നമ്മൾ ഓരോ ദിവസവും മാറി മാറി നമ്മളെ ശരീരത്തിൽ പ്രോട്ടീൻ കിട്ടുന്ന രീതിയിലുള്ള ഒരു ഡയറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് വെയിറ്റ് ഒന്നും കൂടൂല, നമുക്ക് അങ്ങനെ തന്നെ കീപ്പ് ചെയ്യാൻ പറ്റും. നല്ല എനർജറ്റിക് ആയിരിക്കും, ബോഡി നല്ല സ്ട്രോങ്ങും ആയിരിക്കും. അപ്പൊ ഇനിയെങ്കിലും ഇന്നലെ വരെ നിങ്ങൾക്ക് പറ്റിയ തെറ്റ് ഇനി പറ്റരുത്. അതിപ്പോൾ തന്നെ നിങ്ങൾ തിരുത്തുക. നിങ്ങളുടെ കോച്ചിനോട് ചോദിച്ചിട്ട് നിങ്ങൾ വെയിറ്റ് ലോസ് പ്രോസസ്സ് കഴിഞ്ഞാൽ ഇനി എങ്ങനെയാണ് അടുത്ത ഫുഡ് പ്ലേറ്റ് സെറ്റ് ചെയ്യേണ്ടതെന്ന് ചോദിച്ച് അത് നിങ്ങൾ കൃത്യമായിട്ട് എഴുതി വെച്ച് കറക്റ്റായിട്ട് ഫോളോ ചെയ്യും. നല്ല റിസൾട്ട് ഉണ്ടാവും. നിങ്ങൾ എടുത്ത റിസൾട്ട് നിങ്ങൾക്ക് അങ്ങനെ തന്നെ നിലനിർത്താൻ പറ്റും.